ഹായ്, നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് എന്താ കറിയും നോക്കാം കേട്ടോ. ഞാൻ 2 കായ ഉള്ളിയും മുളകും പിടിച്ചിട്ട് വളർത്താൻ വേണ്ടിയാണ്. പൊന്നു സ്കൂളിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് നല്ല ഉറക്കാട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാനും മൊത്തം മാത്രമേ ഉള്ളൂ. അപ്പം കായ ഉള്ളി മുളക് പിടിച്ചിട്ട് വളർത്താനും പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്. അത് തേങ്ങയും ഉള്ളിയൊക്കെ വെച്ച് ചമ്മന്തി അരിക്കാൻ നോക്കാം. കഞ്ഞിയായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. മുത്തിന് കഞ്ഞിയാട്ടോ ചോറിനേക്കാളും അവർക്കിഷ്ടം. അപ്പം ഞാനും ഇന്ന് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്നുകൊണ്ട് പരീക്ഷ തീരാണ്. നാളെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ആട്ടോ മുത്തിന്. അപ്പം ഞാൻ ഇത് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ, ചെറിയ പീസാക്കിയിട്ട്. ഇനി ഇത് 1-2 പ്രാവശ്യം കഴുകിയെടുക്കണം. ഞാൻ കഴുകിയെടുക്കട്ടെ. അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ഭയങ്കര കൊതുകാണ്. നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ കൊതുക് ശല്യം ഉണ്ടോ? അപ്പോൾ കൊതുക് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. കൊതുകിനും ജീവിക്കണ്ടേ അല്ലേ. വെള്ളത്തിലിടാം. ഞാൻ തീരെ കനം കുറച്ചാട്ടോ അരിഞ്ഞത്. കാരണം തീരെ കനം കുറച്ചെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാതെ വേവിക്കുന്ന എനിക്കിഷ്ടം. വെള്ളം തളിച്ചു കൊടുത്ത് വേവിക്കില്ലേ, അങ്ങനെ. കായാകുമ്പോൾ അത്യാവശ്യം വേവുണ്ടല്ലോ. വെള്ളത്തിൽ കിടക്കട്ടെ. സമയത്ത് നമുക്ക് ഉള്ളിയും മുളകും ചതച്ചെടുക്കാം. മുളക് ചതച്ചെടുക്കാം കേട്ടോ. നാളെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാൻ ടീച്ചേഴ്സ് ഇട്ടിട്ടുണ്ട്. പൊന്നു ഇന്നലെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഇന്നായിരിക്കും അതിൻ്റെ എന്ത് പ്രോഗ്രാമാണെന്നൊക്കെ സ്കൂളിൽ അനൗൺസ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നു. പൊന്നോനെ ഉച്ചയ്ക്ക് ഇഡലി കൊടുത്തു വിട്ടു. ലാസ്റ്റ് ദിവസം കൊണ്ട് തന്നുവിടാമെന്ന് ചോദിച്ചു. ഇന്നലെയൊക്കെ സ്കൂളിൽ നിന്ന് ചോറിനോട്ടെ ഇത്. സ്കൂളിൽ നല്ല ഊണാണ്. ചില ദിവസം മാത്രം ചോറ് വെന്ത് കുഴഞ്ഞു പോകും. ഇഷ്ടമല്ല അവൾക്ക് അവിടെ നിന്ന് കഴിക്കുന്നത്. പക്ഷേ മുത്തിനെ ഇട്ട് രാവിലെ ഉണ്ടാക്കണ്ടേ. ഇടയ്ക്കൊക്കെ കൊണ്ടുപോകും. ഉള്ളിയും കൂടി ഇട്ട് ചതയ്ക്കാം കേട്ടോ. ചെറിയ കല്ലാണ്, അതുകൊണ്ട് ചതയ്ക്കുമ്പോൾ കുറച്ചൊക്കെ പുറത്തേക്ക് തെറിക്കണം. ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. സ്റ്റവ് കത്തിച്ചുവിട്ടാം. വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. കടുക് ഇട്ടു. ഉള്ളി മുളകും ചതച്ചാണേ. ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ.
കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കായ്ക്കും കൂടെ ഉള്ള ഉപ്പാണ് ഞാൻ ഇടുന്നത്. അതൊന്ന് ചെരിഞ്ഞ് മൊരിഞ്ഞ് വരട്ടെ. ഇത് കായ ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കുള്ള ഏത്തക്കായ അല്ലാന്ന് തോന്നി, കണ്ണങ്കായ പോലത്തെ. ഏത്തക്കായ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. വേവട്ടെ കേട്ടോ. അടച്ച് വയ്ക്കാം. സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. നെല്ലിക്കെല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുണ്ട്. ഉപ്പിലിട്ട് വെച്ചതിനകത്ത് കാന്താരി മുളക് അരിഞ്ഞിട്ടിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തീർത്തു. ഒരു 2 സ്പൂൺ തേങ്ങയും കൂടി ഇടാം. കറിയായിട്ടുണ്ടല്ലോ. ഓ, മുത്ത എഴുന്നേറ്റിട്ടാ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുത്ത എഴുന്നേറ്റ് നിർത്തിയത് കാരണം അങ്ങോട്ട് പോയി. ഉപ്പുണ്ടോ നോക്കട്ടെ അമ്മ. ഇത്തിരി ഉപ്പ് കുറവാ. ശരി, ഉപ്പ് കുറവാടി പെണ്ണെ. ആ, കിഴ്ത്തി. കേട്ടോ. കഴിഞ്ഞു. ഉണ്ട്. മുത്തിന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് മുത്ത എഴുന്നേറ്റു. ഹായ് പറഞ്ഞേ. ഹായ്. ആ, ഇനി നിർത്തൂല കുറച്ച് നേരത്തേക്ക്. ആ, സുഖാണോ ചേച്ചി? ടാറ്റ തന്നു. അപ്പൊ ഞാൻ ചമ്മന്തി അരക്കട്ടെ കേട്ടോ. ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. മുത്തിന് ഞാൻ അവിടെ ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് നിർത്തിയേക്കാം. അപ്പം ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞി, ഉപ്പിലിട്ട നെല്ലിക്ക ചമ്മന്തി, കായ, ഉള്ളി മുളക് പിടിച്ചിട്ട് വളർത്തിയത്. ചിലരത് എന്താ പറയുക, വായിൽ വെള്ളം വരുന്നു. ഉപ്പ് നെല്ലിക്ക ഇട്ടത് കൊണ്ട്. ചിലര് മെഴുക്കുവരട്ടി എന്ന് പറയും. ഞങ്ങൾ പച്ചമുളക് ചേർക്കുമ്പോഴാട്ടോ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത്. ചുവന്ന മുളക് ഇടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒൽപ്പലാണ്.
തേങ്ങ ഇട്ടാൽ തോരനായി. അപ്പോൾ കഞ്ഞി കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. ഞാനും മുത്തും കൂടെ കഴിക്കട്ടെ കേട്ടോ.